അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫലാമ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആയി നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇക്കാടെ ഉമ്മ, എൻ്റെ ഉമ്മ, അനിയൻ, അനിയത്തിയൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ പോകുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണിത്. പിന്നെ ഇതിലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. പിന്നെ ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഷവർമ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഇതുപോലത്തെ ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് കേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ പട്ടയില്ലേ അത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ ചിക്കൻ പീസും ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പട്ട എന്തായാലും ആഡ് ചെയ്യാൻ നോക്കുക. പട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലൊന്ന് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ യൂസ് ചെയ്യുക, ക്യാബേജ് യൂസ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു കുബൂസ്, ഒരു വലിയ കുബൂസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മയോണൈസ് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ സ്ലൈസസ് ഇതിന് നടുവിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓണിയൻ അതുപോലെ തന്നെ ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഒലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ്സ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മയോണൈസും കൂടി സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷവർമ റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടമൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു 7 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ ഷാർജയിലോട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി.
ഞങ്ങളിതേ ഷാർജ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ തന്നെ അവർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. ഇതാണ് അനിയത്തി, ഇതാണ് അനിയൻ, ഇത് ഇക്കാടെ ഉമ്മയാണ്, പിന്നെ എൻ്റെ ഉമ്മയാണ്. അപ്പം ഞങ്ങൾ അവരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നാട്ടിൽ നിന്ന് കൊണ്ടിട്ടുള്ള പെട്ടികളൊക്കെ ഒന്ന് പൊളിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ച് പിന്നെ ഞങ്ങളെല്ലാതും ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ച് ഇനി അടുത്തതായിട്ട് ഒരു ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ അനിയത്തി വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് തന്നത്. അവൾ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അല്ല അടിപൊളിയായിരുന്നു. ഇതിലത്തെ റിംഗ് ആൽബം അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമൊക്കെ അഡോൺ ഹാൻഡി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ്സ് വന്നിട്ടുള്ളത് സാബി കേക്ക്സ് ആൻഡ് ചോക്ലേറ്റ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇതൊക്കെ കിട്ടുന്നത്. നല്ല അടിപൊളി വർക്കാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കിയിട്ട് അപ്പോൾ ഒന്ന് DM ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സാബിയിൽ ചോക്ലേറ്റ്സ് മാത്രമല്ല, ചോക്ലേറ്റ്സൊക്കെ കിഡുമാണ്. നമുക്ക് അയച്ചു തന്ന ചോക്ലേറ്റ്സൊക്കെ സൂപ്പറായിരുന്നു. അതിൽ ചോക്ലേറ്റ്സ് മാത്രമല്ല കേക്ക്സൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും അവർ നമ്മുടെ കസ്റ്റമൈസ്ഡ് വർക്ക്സൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡോൺ ഹാൻഡിയിൽ അവർ ഇവൻറ്റ്സും ഹാമ്പേഴ്സും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അവർ 2 പേരുടെയും ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ ഞാൻ എന്തായാലും അങ്ങനത്തെ വീഡിയോസ് ഇടാൻ നോക്കാം. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.